ഇന്ന് 8 നോയമ്പ് വീഡിയോ ദിവസമാണ്. കന്യാമറിയത്തിൻ്റെ പേരിലാണ് 8 നോയമ്പ് അറിയപ്പെടുന്നത്. ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്കരാണ് ഇത് കൂടുതലായിട്ട് ആചരിക്കാറുള്ളത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെറുതെറിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാൽ പോലും വളരെയധികം സങ്കടം തോന്നിയ ഒരു സംഭവമുണ്ട്. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് അവൻ ഈ ഓൺലൈൻ ഉൽപ്പന്നങ്ങൾ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഒരു വാഹനം ഇടിച്ച് ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഉൽപ്പന്നങ്ങളുമായി പോകുമ്പോൾ അപകടത്തിൽപ്പെടുകയുണ്ടായി. അത്തരം ജോലി ചെയ്ത ചെറുപ്പക്കാർക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കണം, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് കുഗ്രാമത്തിലും ആ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അവർ അത് വീടിൻ്റെ പടിയിൽ ഡോറിൻ്റെ അവിടെ വരെ സാധനം എത്തിക്കണം. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എത്ര പ്രതീക്ഷകളായിരിക്കും നശിച്ച അവൻ ആ പയ്യൻ മൂലം നശിച്ചെന്നല്ല, അങ്ങനെ പറയുന്നതിലും തെറ്റാണ്. കാരണം ഒരു മരണം മൂലം ആരും ഇല്ലാതാകുന്നില്ല, ഒരു വീടും ഇല്ലാതാകുന്നില്ല, ഒരു സമൂഹവും ഇല്ലാതാകുന്നില്ല, നമുക്കറിയാം. എന്നിരുന്നാലും ആ പയ്യന് ഞങ്ങളുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോക സാക്ഷരതാ ദിനമാണ്. ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്കറിയാം അക്ഷരങ്ങളെ പറ്റിയുള്ള അറിവ് മാത്രമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പല വാചകങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. സാക്ഷരത എന്നത് രാഷ്ട്രീയത്തിലാവാം, മതത്തിലാവാം, സമൂഹത്തിലാവാം, നമ്മുടെ പെരുമാറ്റമാവാം, എന്തിനേറെ നമ്മുടെ പുകവലിയിലാകാം, മദ്യപാനത്തിലാകാം, എന്തെങ്കിലും ഒരു സാക്ഷരതയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നലെ കുമാരനാശാൻ പറഞ്ഞത് ഇന്നലെ ചെയ്തൊരബദ്ധം നാളത്തെ സത്യമോ ശാസ്ത്രമോ ഒക്കെ ആകാമെന്നൊക്കെ പറഞ്ഞിട്ട് കുമാരനാശാൻ എഴുതിയൊരു കവിതയുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പലപ്പോഴും നമുക്ക് ഈ സാക്ഷരത ഇല്ലായ്മ, അക്ഷരങ്ങളെ പറ്റിയുള്ള അറിവ് മാത്രമല്ല എന്ന് ബോധിപ്പിക്കുകയാണ് ഈ സാക്ഷരതാ ദിനത്തിൽ. ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. സങ്കടം തോന്നിയ മറ്റൊരു സംഭവത്തിലേക്ക് കൂടെ വരുവാണ്. ഞാൻ പറഞ്ഞല്ലോ 8 നോയമ്പ് തീരുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. ഒരു അപ്പനും മകനും 2 ഇതിലായിട്ടാണ് വരുന്നത്. ഈ മകന് 2 കാറുകളുണ്ട്. പക്ഷെ അപ്പൻ ഈ വണ്ടിയിൽ കയറത്തില്ല. ഈ 2 വണ്ടികളിലും ഒരു വണ്ടിയിൽ കയറത്തില്ല. ഒരു വണ്ടിയിൽ നല്ല ഈ മകൻ്റെ വണ്ടിയിൽ കയറത്തില്ല. ഒരു വീട്ടിൽ തന്നെ 2 ആയിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ പല വീടുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. 2 അടുക്കളയുള്ള വിവിധ വീടുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ചില കാരണങ്ങൾ, അല്ല സാങ്കേതികമായ ചില കാരണങ്ങൾ നമുക്ക്. അപ്പോൾ ഈ അപ്പൻ ഇന്ന് കൊടുത്ത പള്ളിയിൽ കൊടുക്കുന്ന പായസക്കഞ്ഞി പോലുള്ള സാധനമുണ്ട്, അത് പ്രഥമനോ മറ്റോ കൊടുത്തു. ഓണാഘോഷം 8 നോയമ്പ് വീടുകളും 2ആയിട്ട് ബന്ധപ്പെട്ട് ഇത് കൊടുത്തു. ഈ പ്രഥമൻ കൊടുത്തു. പ്രഥമൻ അയാൾ വടിച്ച് നക്കി കഴിക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുന്നുണ്ട്. 6 ഏക്കർ സ്ഥലമുള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് ഈ വീഡിയോ അയച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ കൊടുക്കണ്ട, പക്ഷേ ഇത് പറയണം. നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ഛിദ്രമാകുമ്പോൾ അപ്പനും മോനും മിണ്ടാതിരിക്കുക, വർഷങ്ങളോളം മിണ്ടാതിരിക്കുക, അല്ല ചേട്ടനും മിണ്ടാതിരിക്കുക. എന്ത് നേടാനാടോ ഇതുകൊണ്ടൊക്കെ? എപ്പം മരിക്കുമെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഈ ചക്ക ഉണ്ടാകുന്ന സമയത്ത് എനിക്കറിയാവുന്ന വലിയൊരു പിശുക്കനുണ്ട്. സ്ഥലമോ സാഹചര്യമോ ഒന്നും പറയത്തില്ല. അപ്പോൾ ഈ ചക്ക എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ചക്ക. അപ്പോൾ ഞാൻ ഈ ചക്ക ഇയാളെ ചക്ക ഇടുന്നത്, അപ്പോൾ ചക്ക ഉണ്ടായ സീസണാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് ഇത് വലിയൊരു കണ്ടൻ്റ് അല്ല, ചുമ്മാ ഒരു വർത്തമാനമൊന്നേ ഉള്ളൂ. ഞായറാഴ്ചയാണ് 8 നോയമ്പ് വീഡിയോ ദിവസമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ബൈക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചക്ക വഴിയിൽ ഇങ്ങനെ വെട്ടിയിടുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചക്കയെ കൊണ്ടൊരു 4 വേണമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി തരാൻ തയ്യാറായില്ല. അപ്പോൾ ആ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നടന്നാണ് പോകുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, സ്ഥലവും സമ്പത്തും ഇഷ്ടം പോലുണ്ട്. 80 വയസ്സായി. എനിക്ക് തോന്നുന്നു അയാൾ ഒരിക്കലും നല്ലൊരു ട്രാവലിംഗ് നടത്തിയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. ഇനി സമ്പത്ത് ഞാൻ സ്വരുക്കൂട്ടുക. ഈ പല മനുഷ്യരും വിചാരിക്കും നമുക്കൊരു, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കാം, ഒരു അപകടം വരുന്നിടം വരെ നമുക്ക് അത്രയും കാലം നമ്മൾ സുരക്ഷിതരാണ്. ഒരു ചെറിയ അപകടം പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഒരു തലവേദന നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അല്ലെ എന്തിന് നമ്മുടെ കൈനകത്തിൽ ഒരു ചെറിയ നമ്മുടെ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി ദശ അല്പം ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകും. നമ്മൾ പെട്ടെന്ന് ഡെറ്റോൾ എടുത്ത് പുരട്ടും, ആ പാടെ ക്ലീൻ ചെയ്യും, വീണ്ടും നമ്മൾ TTM എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യരാണ് നമ്മൾ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കുറേ പിശുക്കി ജീവിക്കുന്നു.
ഒന്നും സമ്പാദിക്കുന്നില്ല. ഇനി മറ്റു ചില മനുഷ്യരുണ്ട്, വേറെ ചില മനുഷ്യർ. ഒന്നാമത്തെ കാര്യം പിശുക്കന്മാരെ പറ്റി പറഞ്ഞു. അവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരുവിൻ്റെ ജീവിതം താറുമാറാക്കുക. അത് തൊഴിൽപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ പറമ്പിലെ മരത്തിന് ചുവട്ടിലെ മണ്ണെണ്ണ ഒഴിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒരുത്തൻ്റെ തൊഴിൽ കളഞ്ഞിട്ടാവാം, നശിപ്പിച്ചിട്ടാവാം, അല്ലെ മേലധികാരിയോടൊക്കെ പറഞ്ഞിട്ട്, ഈ മനുഷ്യൻ്റെ മേലധികാരിയോട് പറഞ്ഞിട്ട്. എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയോ? അതുകൊണ്ടൊക്കെ അവർക്ക് ജീവിതത്തിൽ എന്ത് നേടിയെന്ന് എനിക്കൊരിക്കലും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു ചെറിയ ജീവിതമാണ്. ആ ചെറിയ ജീവിതം നമ്മൾ പരമാവധി നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഘോഷമാക്കുക. മറ്റൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സഹനം ഉണ്ടാകാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 8 നോയമ്പ് വീഡിയോ സമയത്ത്, അപ്പോൾ ഞാനൊരിക്കലും നോയമ്പോ കാര്യങ്ങളോ എടുക്കുന്ന ആളല്ല. അപ്പോൾ എന്നോട് ഞാൻ കാരണം ഇറച്ചിയും കഴിക്കും, മീനും കഴിക്കും. നമുക്കറിയാവുന്ന രാജ്യത്ത് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർക്ക് ബീഫ് പറ്റുകയില്ല, ചിലർക്ക് പന്നി പറ്റുകയില്ല. അങ്ങനെയൊക്കെ പല സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇത് പറ്റുകയില്ല, അവിടെ അത് പറ്റുകയില്ല. ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കടന്നു കയറുന്ന മതങ്ങളുണ്ട് പലപ്പോഴും. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇനിയും ഈ മതങ്ങൾക്കിടയിൽ തന്നെ വൈജാത്യങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കുർദുകളും ഷിയാകളും, അല്ലെ പെന്തക്കോസ്തുകാരും കത്തോലിക്കരും, അങ്ങനെ ഇവരെല്ലാം ആരാധിക്കുന്ന ഒരു ദൈവത്തെ പോലും അതിൻ്റെ അകത്ത് തന്നെ അവർക്ക് വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പം തന്നെ അവർക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, അവരുടെ നിസ്സാരതയെ പറ്റി അവർക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. നേട്ടമുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവരുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഇത് ഈ വിഷയം പറയുമ്പോൾ നമുക്ക് എന്നാ TP ചന്ദ്രശേഖരനെ കൊന്ന കഴിഞ്ഞപ്പോൾ അയാളെ വധിച്ച ആ വണ്ടിയുടെ മുമ്പിൽ ഇന്നോവ കാറിൽ മാഷാ അള്ളാന്ന് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം തീവ്രവാദികൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്രയോ നിർലജ്ജമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ ഒരു പോക്ക് അന്നും ഇന്നും എന്നും. ഇത് ആദ്യകാലം മുതലുണ്ട്, അല്ല ഇപ്പോഴത്തെ കാലത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ വേറെ സംഭവം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഒരു സ്ത്രീ മദ്യപിച്ചിട്ട്, ഇത് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, ചിതറിത്തെറിച്ച ചിന്തകളാണ്. അപ്പോൾ ഒരു സ്ത്രീ മദ്യപിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സീൻ എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഒരാൾക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ആ സ്ത്രീ പറയുകയാണ്, ഞാൻ നായരാണ്. അപ്പോൾ അവരെ ശാന്തനാക്കാൻ ശ്രമിക്കുന്ന ആളിനോട് പറയുകയാണ്, നീ പുലയനാണെന്ന് പറയും. അത് കേട്ടിട്ട് പ്രകോപനമൊന്നും ആയില്ല. അതായത് ജാതി എന്തും ആയിക്കോട്ടെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ. ഇപ്പം നീഗ്രോ എന്ന് അമേരിക്ക വിളിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ കറുത്ത വർഗ്ഗക്കാരനാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഇത്തവണ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ പെൺകുട്ടി നമുക്കറിയാം. അവൾ കറുത്തവളാണ്. ഒരാൾ കറുത്തോ വെളുത്തോ എന്നൊക്കെയാണോ തീരുമാനിക്കുന്നത്, ഈ സൊസൈറ്റി തീരുമാനിക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ അൺപാർലമെൻ്ററി എന്ന് പറയും ചില ആൾക്കാർ പറയും, പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. അതായത് ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയാറുള്ള, അല്ല ഈ ചാനൽ ചർച്ചയിൽ പറയാറുള്ള സാധനമുണ്ട്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നുള്ള വാക്ക്. അതിന് വേണം ഞാനൊരു മലയാളം തരാം, രാഷ്ട്രീയപരമായി ശരിയല്ലാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ ബാധിക്കുന്നത്, രാജ്യത്തെ ബാധിക്കുന്നത്, സൊസൈറ്റിയെ ബാധിക്കുന്നത്, അതിന് പൊതുവെ പൊളിറ്റിക്കലി എന്ന് പറയാം എന്നാണ് ഗൂഗിൾ അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നെ. ഞാനിപ്പോൾ ഒന്ന് നോക്കുകയുണ്ടായി.